सबको जय मसीह की। आज हम मंथ ऑफ प्रेयर में 19वां दिन में हम लोग आज आप पहुंचे हैं। ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് 19ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. मैं विश्वास करता हूं कि 1 से लेकर 18 दिन तक आप लोग बहुत अच्छा मैसेज को सुने हैं. ഈ മന്ത് ഓഫ് പ്രയറിൽ 1 തൊട്ട് 18 ദിവസം വരെയും ഏറ്റവും നന്നായി മെസ്സേജ് കേൾക്കാൻ നിങ്ങൾക്ക് സഹായിച്ചു. मैं विश्वास करता हूं आज का मैसेज आपके लिए बहुत एक आशीष का कारण रहेगा. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ മെസ്സേജ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. इंग्लिश में कैसा कोटेशन है, ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു കൊട്ടേഷൻ ഉണ്ട്. मोर प्रेयर मोर पावर, ഒത്തിരി പ്രാർത്ഥിച്ചാൽ ഒത്തിരി പവർ ഉണ്ട്. लेस प्रेयर लेस पावर, കുറച്ച് പ്രാർത്ഥിച്ചാൽ കുറച്ച് പവറേ ഉള്ളൂ. नो प्रेयर नो पावर. എന്നാൽ ഒട്ടും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു പവറും നമുക്കില്ല. एक परमेश्वर के भक्त होने के नाते, एक परमेश्वर के जन होने के नाते उनके लाइफ में सबसे पहला महत्वपूर्ण वाला चीज क्या बोलने से പ്രാർത്ഥന वाला जिंदगी है. നമ്മൾ ദൈവത്തിന്റെ ജനമാണെങ്കിൽ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയാണ്. अगर आपके लाइफ में प्रार्थना है तो आप बहुत कुछ आप आपके लाइफ में आशीष को पा सकते हैं. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരും. അനേക ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടും. ये जो वीडियो देख रहा है आपकी जिंदगी में भी आप बोल सकता है कि मैं प्रार्थना के जरिए बहुत कुछ प्राप्त किया है. ഒരു പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഞാൻ പ്രാർത്ഥനയിൽ കൂടി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം പ്രാപിച്ച വ്യക്തിയാണ്. मैं उसी के नाते एक बाइबल के साथ कुछ बातें मैं आपसे शेयर करना चाहता हूँ. ഈ ദൈവവചനത്തിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കാൻ भजन संगीता चैप्टर 6 वर्सेस 8 हम लोग पढ़ेंगे. Psalms chapter 6 verse 8. हे सभी अनर्थकारियों मेरे पास से दूर हो क्योंकि यहोवा ने मेरे रोने का शब्द सुन लिया है. സങ്കീർത്തനം 6-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവിൻ, യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. यहाँ बोलते हैं कि यहोवा ने मेरे रोने का शब्द सुन लिया है. ഇവിടെ നമ്മൾ വായിക്കാൻ സാധിക്കുന്ന യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ये रोना बोलने से एक प्रार्थना है. ഇത് കരച്ചിൽ എന്ന് പറയുന്ന ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. खुदा के सन्निधि में आंसू के साथ रहते हैं उसको एक प्रार्थना का अर्थ कहलाता है. ദൈവസ്ഥലമുള്ള കണ്ണുനീരോട് ദൈവത്തോട് സംസാരിച്ചാൽ അത് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. या दाविद का लाइफ में भी यही हुआ था. ദാവീദിന്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. दाविद का लाइफ में हम देखा जाए तो दाविद को सब कुछ होने के बावजूद भी वो एक अकेलापन महसूस करता था. ദാവീദിന്റെ ലൈഫിൽ നമ്മൾ നോക്കിയാൽ ദാവീദിന്റെ ലൈഫിലെ എല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല. പക്ഷെ പലപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. वो अकेला रहने के बावजूद भी वो प्रार्थना और आराधना निरंतर करता था. ഒറ്റയ്ക്കുള്ള സമയങ്ങളിലും എപ്പോഴും ദാവീദ് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവത്തെ ആരാധിക്കുമായിരുന്നു. जब उसके लाइफ में संकट आता था वो खुदा पर आश्रय करता था. ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ദാവീദ് ദൈവത്തെ മുറുകെ പിടിക്കുമായിരുന്നു. इसीलिए 8वां पद में ऐसा कहता है, हे सभी अनर्थकारियों मेरे पास से दूर हो जाओ क्योंकि यहोवा ने मेरे रोने का शब्द सुन लिया है. അതുകൊണ്ട് ആയത്തില് 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവിൻ, യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. आज इस वचन के जरिए आज आपसे मैं कहना चाहता हूँ, ഈ വചനം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. आपका प्रार्थना खुदा सुन लिया गया है. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. आप जो विषय में आप जूझ रहे हो वो प्रार्थना परमेश्वर सुन लिया गया है. നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നോ ആ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുകയാണ്. पहला करने वाला एक ही चीज है कि आंसू के साथ खुदा की हुजूरी में बैठना है. ആദ്യം ഒന്നാമത്തെ കാര്യം നമ്മൾ ഇതാ ചെയ്യേണ്ടത്, കണ്ണുനീരോടെ ദൈവത്തിൽ പ്രാർത്ഥിക്കണം. अगर आप आंसू के साथ खुदा का हुजूरी में बैठेंगे तभी आप ये बोल सकता है कि ये अनर्थकारियों मेरे पास से दूर हो जाओ. കണ്ണുനീരോടെ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാൻ, യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. और सभी अनर्थकारियों में से दूर हो जाएगा. എല്ലാം നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുമെന്ന് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. पहला चीज करने वाला एक ही चीज है कि आप आंसू के साथ खुदा का सन्निधि में बैठना है. ആദ്യത്തെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും, ദൈവത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. उसका 6 का 9वां पद में ऐसा कहता है, അതിനകത്ത് 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, यहोवा ने मेरा गिड़गिड़ाना सुना है, यहोवा मेरा प्रार्थना को ग्रहण भी करेगा. യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളും. यहाँ देखिए, यहाँ दावीद राजा फिर बोलता है कि यहोवा ने मेरी प्रार्थना को ग्रहण किया है. ഇവിടെ ദാവീദ് പറയുന്നു യഹോവ എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. पहले बोलता है मेरे रोने का शब्द सुना है. ആദ്യം ദാവീദ് ഇങ്ങനെ പറഞ്ഞു, എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. दूसरा बात बोलता है कि मैं प्रार्थना को ग्रहण भी किया है. പക്ഷെ രണ്ടാമതിൽ ഇവിടെ ദാവീദ് പറഞ്ഞു യഹോവ എന്റെ अपेക്ഷ കേട്ടിരിക്കുന്നു. हालेलुया. यहाँ अभी दावीद बोलता है एक चीज है कि मेरे को किसी बात का परेशानी का जरूरत नहीं है. ഇവിടെ ദാവീദ് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് മറ്റു കാര്യങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല, മറ്റു കാര്യങ്ങളെ കുറിച്ച്
ചിന്തിക്കേണ്ട എനിക്ക് ആവശ്യമില്ല. अगर हम एक बैंक में जाते हैं, നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ अभी हम लोग 1 लाख रुपया जमा करना है, നമ്മൾ ഒരു ലക്ഷം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ഇടുന്നു. अगर वो डिपॉजिट जब हम लोग करते हैं, अगर वो डिपॉजिट करने के बाद हम लोग का फोन में अगर उसका नोटिफिकेशन आता है, നമ്മൾ ആ പൈസ ബാങ്കിൽ ഇട്ടിട്ട് ആ സമയത്ത് നമ്മുടെ ഫോണിൽ ആ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. वो नोटिफिकेशन आने से हम लोग पता चल जाए कि मेरा ऑटोमेटिक मेरे अकाउंट में पैसा चढ़ गया है. ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എന്റെ അക്കൗണ്ടിൽ ആ പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. हम लोग जाके बार बार जाके वो बैंक वाले से नहीं बोलेंगे कि पैसा क्या आया है, पैसा क्या सेंड हुआ, हम लोग नहीं बोलेंगे. നമ്മൾ ഒരിക്കലും ബാങ്കിൽ പൈസ ഇട്ടിട്ട് നമ്മൾ കൂടെ അവരെ വിളിക്കുകയോ അല്ലെങ്കിൽ അവരോട് ചെന്ന് ചോദിക്കാറില്ല, നിങ്ങൾ എന്റെ പൈസ ഇട്ടോ, നിങ്ങൾ എന്റെ അക്കൗണ്ടിൽ നിങ്ങൾ പൈസ ഇട്ടോ, ഒരിക്കലും നമ്മൾ ചോദിക്കാറില്ല. ऑलरेडी उसका फोन में एक नोटिफिकेशन आ गया है. അവർ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിൽ എത്തിയിരിക്കും. दूसरा आज मैं आपको पॉइंट्स बताना चाहता हूँ. രണ്ടാമത്തെ ഒരു ഭാഗം ഇങ്ങനെയാണ്. खुदा आपका प्रार्थना को ग्रहण किया है. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. पहला आपका आंसू को पहुंचा है. ആദ്യം ദൈവം നമ്മുടെ കണ്ണീര് മാറ്റിയിരിക്കുകയാണ്. दूसरा आपका प्रार्थना को ग्रहण किया है. മറ്റ് ദൈവം നമ്മുടെ അപേക്ഷ കേട്ടിരിക്കുകയാണ്. अभी हम लोग को व्याकुलता होने की जरूरत नहीं है. അതുകൊണ്ട് നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. इसीलिए वो कोटेशन ऐसा बोलते हैं कि मोर प्रेयर मोर पावर. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ കൊട്ടേഷൻ ഇങ്ങനെ പറയുന്നത്, അധികം പ്രാർത്ഥിച്ചാൽ അധികം പവർ നമുക്ക്. आप जितना प्रार्थना करते हो उतना उत्तर जल्दी आपके लाइफ में मिलेगा. നമ്മൾ എത്രത്തോളം അധികമായി പ്രാർത്ഥിച്ചോ അത്രത്തോളം പെട്ടെന്ന് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നമുക്ക് ലഭിക്കും. इसका 10वां पद में ऐसा कहता है, എന്നാൽ അതിന്റെ 10ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, मेरा सब शत्रु लज्जित होंगे എന്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ചു പോകും. और बहुत ही घबराएंगे. അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. वे लौट जाएंगे और एकाएक लज्जित होंगे. അവർ നാണിച്ചു പോകും. या बोलते हैं लज्जित होंगे. അവർ പറയുന്നത് ഇവിടെ വാക്യത്തിൽ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ചു പോകും. यहाँ में प्रार्थना करने वाला लज्जित नहीं होगा. ഇവിടെ പറയുന്നത് പ്രാർത്ഥിക്കുന്ന വ്യക്തി അല്ല ലജ്ജിതനാകുന്നത്, जो प्रार्थना नहीं करता है वो लज्जित होगा. जो പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന വ്യക്തിയാണ് ലജ്ജിതനാകുന്നത്. जो प्रार्थना के विरुद्ध में आते हैं वो लज्जित होगा. പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായ വ്യക്തികളാണ് ലജ്ജിച്ചു പോകുന്നത്. या मैं आपको बताइए 3 चीज अपने लाइफ में आप अपने आप को स्वीकार करना है. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്താൽ, पहला जानना है कि मेरा आंसू को परमेश्वर देखा है. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കണ്ണുനീര് ദൈവം കാണുന്നുണ്ട്. दूसरा बोलना है कि मैं प्रार्थना को ग्रहण किया है. രണ്ടാമത് കർത്താവ് എന്റെ അപേക്ഷ കേൾക്കുന്നുണ്ട്. तीसरा बोलना है कि मुझे लज्जित मेरा खुदा नहीं करेगा. മൂന്നാമത് ഇങ്ങനെ പറയുന്നു, ദൈവം എന്നെ ഒരിക്കലും ലജ്ജിതനായി വിടുകയില്ല. अगर ये चीज आज इस समय आप स्वीकार करेंगे, ഈ 3 കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ, അക്സെപ്റ്റ് ചെയ്താൽ, मैं आपको कहना चाहता हूँ दिसंबर का महीना में परमेश्वर बहुत सारा बरकत आपके लाइफ में देगा. എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, ഈ ഡിസംബർ മാസത്തിൽ ദൈവം നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ ചെയ്യും. आज अपने आप को देख के बोलना है कि मेरा प्रार्थना खुदा स्वीकार किया है. ഇന്ന് നമ്മൾ സ്വയം നമ്മൾ നോക്കിയിട്ട് നമ്മൾ പറയാം, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുകയാണ്. अब अपने आप को बोलना है कि मेरा आंसू को मेरा परमेश्वर देखा है. നമുക്ക് നമ്മളോട് തന്നെ പറയാം, ഇല്ല, എന്റെ കണ്ണുനീരിനെ ദൈവം കണ്ടിട്ടുണ്ട്. बोलना है कि मैं कभी लज्जित नहीं होऊंगा, ये अपने आप में बोलना है. നമുക്ക് പറയാം, ദൈവം ഒരിക്കലും എന്നെ ലജ്ജിതനായി വിടുകയില്ല എന്ന് നമുക്ക് പറയാം. हम एक वचन मैं निकालना चाहता हूँ. മറ്റൊരു വചനം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. 1 शमूएल 16, तब यहोवा ने कहा, उठकर इसका अभिषेक कर, यही है. यहाँ पर शामुएल करता वाला चीज क्या है? दाऊद का इंतजार करता है. ഇവിടെ 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ശമൂവേൽ ദാവീദിനെ നോക്കിയിരിക്കുകയാണ്. वहां में बहुत सारे उसके भाई लोग थे. അവിടെ ദാവീദിന് കുറെ സഹോദരന്മാർ അവിടെ ഉണ്ടായിരുന്നു. उसके पिताजी भी वहां था. ദാവീദിന്റെ പിതാവും അവിടെ ഉണ്ടായിരുന്നു. लेकिन एक बात कहना चाहता हूँ, പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, प्रार्थना करने वालों का इंतजार करता था. പക്ഷേ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ശമൂവേൽ അവിടെ നോക്കിയിരുന്നത്. क्योंकि दाऊद प्रार्थना करने वाला एक व्यक्ति था. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു वो വ്യക്തിയാണ്. आराधना करने वाला व्यक्ति था. അവൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. इसीलिए उसका इंतजार वो करता था. അതുകൊണ്ട് ശമൂവേൽ അവൻ വരുന്നവരെ നോക്കിയിരിക്കുകയാണ്. यहाँ हमें देख सकते हैं कि ഇപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കും, वहां पर अभिषेक किया करके बताता है. അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു, ശമൂവേല് ദാവീദിനെ അഭിഷേകം ചെയ്തു. एक अपडेट मैं आपको बताना चाहता हूँ, ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, जो प्रार्थना करता है ഏത് വ്യക്തിയാ പ്രാർത്ഥിക്കുന്നോ वो अभिषेक से भरता है. ആ വ്യക്തി അഭിഷേകം കൊണ്ട് നിറയും. जो प्रार्थना करता है ഏത് വ്യക്തി പ്രാർത്ഥിക്കുന്നോ वो असाध्य को साध्य करता है. അത് അസാധ്യത്തെ സാധ്യമാക്കാൻ. जो प्रार्थना करता है ഏത് വ്യക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ वो हर जगह खुदा का महिमा करता है. എവിടെ ചെന്നാലും ദൈവത്തെ ഉയർത്താൻ അവൻ സാധിക്കും. जो
प्रार्थना करता है ഏത് വ്യക്തി പ്രാർത്ഥിക്കുന്നോ उसके लाइफ में निराशा नहीं रहता है। അവന്റെ ജീവിതത്തിൽ ഒരിക്കലും വേദനകൾ വരികയില്ല. और एक अपडेट मैं आपको बताना चाहता हूँ, ഒരു കാര്യം കൂടെ ഞാൻ പറയാനാണ്. जो प्रार्थना करता है ഏത് വ്യക്തി പ്രാർത്ഥിക്കുന്നോ वो हर चीज के ऊपर ओवरकम करता है। അത് ഏത് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതികൂലം വന്നാലും അതിനെ ഓവർകം ചെയ്യാൻ, അതിനെ അതിജീവിക്കാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് കഴിയും. या आज मैं दाऊद की जिंदगी से कुछ बात मैं आपसे शेयर किया है। ഞാൻ ഇപ്പം ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. वो आंसू के साथ खुदा की हुजूरी में बैठा। ദാവീദ് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. दाऊद को पता है कि खुदा ने मेरा प्रार्थना का स्वीकार किया है। ദാവീദിന് ഒന്നറിയാം, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. दाऊद को पता है खुदा मुझे कभी लज्जित नहीं करेगा। ദാവീദിന് അറിയാം ദൈവം ഒരിക്കലും എന്നെ ലജ്ജിതനായി വിടുക. और उसके बाद दाऊद को और अभिषेक भी खुदा ने किया है। മാത്രമല്ല ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. आज अपने आप में बोलना है कि मैं एक ब्लेसेड पीपल हूँ। ഇന്ന് നമുക്ക് ഒരുമിച്ച് പറയാം, ഞാൻ അഭിഷേകം നിറഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. एक छोटा सा एक टेस्टमनी आपको शेयर करना चाहता हूँ। ചെറിയൊരു ടെസ്റ്റിമണി, എന്റെ സാക്ഷ്യം പറയാൻ. जब मैं बाइबल कॉलेज में पढ़ रहा था, ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന उस समय एक इंसिडेंट मेरे लाइफ में हुआ। ചെറിയൊരു ഇൻസിഡന്റ് എല്ലാം ലൈഫിൽ സംഭവിച്ചു. उस समय एक सेल ग्रुप रहता है। അവിടെ ആ സമയത്ത് ഒരു സെൽ ഗ്രൂപ്പ് ഉണ്ട്. सेल ग्रुप में हम लोग बैठ के हम लोग बात करते हैं। ഞങ്ങൾ സെൽ ഗ്രൂപ്പിൽ ഇരുന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. उस समय वहां में एक शाम सर बोल के एक सर था। അവിടെ സാം എന്ന് പറഞ്ഞൊരു സർ ഉണ്ടായിരുന്നു. सर बोला कि सेल ग्रुप में जितना बच्चे लोग हैं कल एक काम करना है, सभी जन 1000 रुपया जमा करना है। സെൽ ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികളും 1000 രൂപ വെച്ച് കളക്ട് ചെയ്യണം. क्योंकि हम लोग सेल ग्रुप में करने वाला क्या है, एक हफ्ता के बाद पार्टी करने जाएंगे ऐसा करके बताया है। സെൽ ഗ്രൂപ്പിലുള്ള കുട്ടികൾ നിങ്ങൾ 1000 രൂപ കളക്ട് ചെയ്ത് ഒരു ചെറിയൊരു സെലിബ്രേഷന് വേണ്ടി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നു. मैं जब उस वर्ड को मैं सुना, मेरे पास एक साबुन लेने का भी पैसा नहीं था मेरे पास। ആ സമയത്ത് എന്റെ കയ്യിൽ ഒരു സോപ്പ് വാങ്ങിക്കാൻ പോലും എന്റെ കയ്യിൽ പൈസ ഇല്ല. अपना दुख किसी को शेयर नहीं किया। ഈ കാര്യം ഞാൻ മറ്റാരോടും പറയാൻ ഞാൻ ആഗ്രഹിച്ചില്ല. मैं रूम में आया, ഞാൻ എന്റെ റൂമിൽ ഞാൻ കടന്നു വന്നു. हम बोला अगर हम कल 1000 रुपया नहीं दिया तो खुदा मेरा बेइज्जती हो जाएगा। ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ നാളെ 1000 രൂപ എനിക്ക് കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ അത് എനിക്ക് നാണക്കേടായി മാറുമല്ലോ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. मैं फिर करा क्या, बोलने से वहां में एक प्रेयर हॉल है। അവിടെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു പ്രെയർ ഹോൾ ഉണ്ടായിരുന്നു. हम प्रेयर रात को करीब 12 बजे प्रेयर हॉल के अंदर गया। അന്ന് രാത്രി 12 മണിയായപ്പോൾ ഞാൻ ഹോളിൽ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി. हम सच्ची बात बोले, वहां भिलक भिलक के मुझे पूरा भिलक भिलक के रोना शुरू हुआ। ഞാൻ ദൈവത്തിനെ ഏങ്ങലടിച്ച് പ്രാർത്ഥിക്കാനായിട്ട്. खुदा मेरे पास 1000 रुपया नहीं है, खुदा मेरे से एक साबुन लेने का पैसा नहीं है, खुदा हम कैसा कल 1000 रुपया देगा। ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ ഒരു സോപ്പ് വാങ്ങിക്കാൻ പോലും എന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സാധനം നാളെ ഞാൻ എങ്ങനെ 1000 രൂപ അവർക്ക് കൊടുക്കും? 1 रुपया नहीं है, 1000 रुपया हम कैसा देगा। 1 രൂപ പോലും എന്റെ കയ്യിലില്ല, ഞാൻ 1000 രൂപ അവർക്ക് എങ്ങനെ കൊടുക്കും? हम बहुत ही रोया वहां बैठ के। അന്ന് രാത്രി മുഴുവൻ ഇരുന്ന वहां रो रो के हम अपना क्लास रूम में भी नहीं गया, वही हम सो गया था। ഞാൻ അന്ന് ദിവസം ആ ഹാളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ തന്നെ ഉറങ്ങുവാനായിട്ട് ഇടയായി. वहां सोने के बाद सुबह उठते साथ फटाफट अपना फ्रेश अप हुआ, हम लोग का जो मॉर्निंग सब चापल था सब कंप्लीट हुआ। അന്ന് രാവിലെ ഞാൻ വേഗം എഴുന്നേറ്റ് ഞാൻ വേഗം റെഡിയായി മോർണിംഗ് ചാപ്പൽ എല്ലാം കഴിഞ്ഞു. फिर शाम सर मेरे को सुबह मेरे को कॉल किया। അന്ന് രാവിലെ സാം സർ എന്നെ തിരിച്ച് ഫോൺ ചെയ്തു. हम शाम सर का ऑफिस रूम में गया। ഞാൻ വേഗത്തിൽ സാം സറിന്റെ ഓഫീസ് റൂമിൽ ചെന്നു. जैसी बात करने के टाइम मेरे से शाम सर एक ही बात पूछा, സംസാരത്തിന്റെ ഇടയ്ക്ക് സാം സർ എന്നോട് ഒരു കാര്യം ചോദിച്ചു. बेटा तुम कैसा है, मेरे से पूछा। എന്നോട് ചോദിച്ചു, മകനെ നിനക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. हम बोला सर हम बहुत अच्छा है। हम अपना दुख सर को नहीं बोला, ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ ഉള്ളിലെ വിഷമം ഞാൻ സാറിനോട് പറഞ്ഞില്ല. लेकिन अंदर ही अंदर मेरे अंदर रोता था, कुछ पैसा का बात बोलेगा क्या करके मेरे अंदर अंदर व्याकुल था। എന്നാൽ സംസാരിക്കുന്ന ഇടയ്ക്ക് പലപ്പോഴും എന്റെ മനസ്സിൽ തോന്നി ഇനി പൈസയുടെ കാര്യം എന്നോട് സംസാരിക്കുമോ എന്നൊരു ആശങ്ക എന്റെ മനസ്സിലുണ്ടായിരുന്നു. उस समय सर मेरे को एक ही बात बोला, എന്നോട് ആ സമയത്ത് ഒരു കാര്യം പറഞ്ഞു, परमेश्वर तेरे साथ है करके बताया। ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. तुम प्रार्थना करो, നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. तुम प्रार्थना करो। നീ പ്രാർത്ഥിച്ചാൽ वो क्या करने बोला मुझे नहीं पता, എന്ന് പറയണമെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. लेकिन उस अपना जेब से 2000 रुपया मेरे हाथ में दिया। എന്നാൽ അദ്ദേഹം പുള്ളി ആ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് 2000 രൂപ എന്റെ കയ്യിൽ അത് തന്നു. हम बोला सर ये पैसा क्यों मेरे को दिया? അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഈ പൈസ എന്റെ കയ്യിൽ തന്നത്? अब सर आप ये पैसा मेरे हाथ में क्यों दिया? ഞാൻ സാറിനോട് വീണ്ടും ചോദിച്ചു, ഈ പൈസ എന്തിനാ എനിക്ക് തന്നത്? 1 महीना से ही हमको देने के एक अगुवाई मिला था, इसीलिए आज वो सही टाइम था करके तुमको दिया। ഒരു മാസം മുമ്പേ ദൈവം എന്നോട് സംസാരിച്ചു, ഈ പൈസ നിനക്ക് തരണം, പക്ഷെ ഇന്ന് എനിക്ക് ആ കറക്റ്റ് സമയം തോന്നി, ഞാൻ ഇന്ന് നിനക്ക് ഞാൻ തന്നു. मैं आपको कहना चाहता हूँ, ये प्रार्थना करने वाले लोगों को कब देना है, कब उसका उपयोग करना है, खुदा को अच्छी तरह से पता है। പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് നന്നായി അറിയാം, അവർക്ക് എന്ത് വേണം, എപ്പോൾ വേണം. जैसे ही वो 2000 मेरे हाथ में आया, എപ്പോഴാ 2000 രൂപ എന്റെ കയ്യിൽ എനിക്ക് കിട്ടിയപ്പോ हम वो सर का सामने नहीं रोया। ഞാൻ സാറിന് മുമ്പിൽ ഞാൻ കരഞ്ഞില്ല. जैसे ही वो हम सीधा गया चापल का, वहां में जब प्रेयर के वहां गया, ഞാൻ വേഗത്തിൽ ചാപ്പലിൽ അവിടെ ചെന്നു.
और वो पैसा हाथ निकाल खोल के और खुदा को धन्यवाद दिया, खुदा कल का प्रार्थना को आज का आप उत्तर दिया है। ഇന്ന് ദൈവസ്ഥന് ഞാൻ പ്രാർത്ഥിച്ചു, ആ കിട്ടിയ 2000 രൂപ എൻ്റെ കൈ വെച്ച് ദൈവസ്ഥന് പ്രാർത്ഥിച്ചു, കർത്താവേ ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചു, ഇന്ന് എനിക്ക് അതിന്റെ ഉത്തരം ദൈവം मैं തന്നു. आपको कहना चाहता हूँ, प्रार्थना करने वाले का जिंदगी में एक उत्तर भी है। ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉത്തരമുണ്ട്. ये मंथ ऑफ प्रेयर का हम लोग आखिरी समय में आ रहे हैं अभी। ഈ മന്ത് ഓഫ് പ്രയറിന്റെ അവസാനത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരും. ये 19 डेज हो गया है। ഇന്ന് 19 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. आज परमेश्वर का आत्मा व्यक्तिगत रूप से आपसे बात किया होगा। ദൈവം ഒരുപക്ഷെ ദൈവം നിങ്ങളോട് സംസാരിച്ചു ഉണ്ടായിരിക്കാം. आपका प्रार्थना को खुदा सुनने जा रहा है। ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ പോകുകയാണ്. दाऊद का अगर जिंदगी में प्रार्थना सुना है तो ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. हमारा प्रार्थना भी खुदा सुनेगा। നമ്മുടെ ലൈഫിലെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. व्याकुलता नहीं रहिएगा, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. आप खुदा के सन्निधि में प्रार्थना करिएगा। നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. फिर से वही कोटेशन मैं आपको बताना चाहता हूँ, വീണ്ടും ആ കൊട്ടേഷൻ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. मोर प्रेयर मोर पावर, അധികം പ്രാർത്ഥിച്ചാൽ അധികം പവർ ഉണ്ട്. लेस प्रेयर लेस पावर, എന്നാൽ കുറച്ച് പ്രാർത്ഥിച്ചാൽ കുറച്ച് പവറേ ഉള്ളൂ. नो प्रेयर नो पावर। എന്നാൽ ഒട്ടും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു പവറും നമുക്കില്ല. खुदा सबको आशीष करे। ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. आमीन।